മഴത്തോരു മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ കൂടെ സ്റ്റാൻഡിൽ ഇറക്കാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ ശരണയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ശരണയെ കാണുമ്പോൾ ഇപ്പം പഴയതുപോലെയല്ല, അച്ഛനും അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് അലീനയെ കാണുമ്പോൾ ഉടനെ ശരണയെ എണീക്കുന്നുണ്ട്. ചേച്ചിയെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ചേച്ചിയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ശരണയെ പറയാണ്. അങ്ങനെ ശരണ്യൻ്റെ അടുത്ത് അലീന ചോദിക്കുകയാണ്, ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ, ചായയൊക്കെ കുടിച്ചെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശരണ്യൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്, ഞാനും മോളെ കാണാനായിട്ടാ ഓടി വന്നത്. ഇപ്പം എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ കുറേ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മയാണെങ്കിൽ ആഹാരമായിട്ട് വരികയാണ്. ആഹാരമായിട്ട് വരുമ്പം 2 പാത്രത്തിലാണ് കൊണ്ടുവരുന്നത്. അപ്പം അലീന പറയാണ്, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു പാത്രത്തിൽ മതി അമ്മേ എന്ന് പറയുകയാണ്. അപ്പം ശരണ്യയുടെ അമ്മ പറയാണ്, അവളെ ശരണ്യ മോക്ക് അമ്മ വാരിത്തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശരണ്യയാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ശരണ്യയ്ക്ക് ശരണ്യയുടെ അമ്മ ചോറ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അതെന്താ അമ്മേ, ശരണ്യയ്ക്ക് മാത്രമേ ഉള്ളൂ അമ്മ വാരി കൊടുക്കുന്നത്, എനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ മോക്കും ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ അമ്മ അലീനയ്ക്ക് വാരി കൊടുക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്ക് ശരണ്യ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കൈവച്ച് മറയ്ക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എന്തിനാ ചിരിക്കുന്നത്, നീ മറച്ചു പിടിക്കുന്നത്? നിൻ്റെ ചിരി കാണാൻ നല്ല രസമുണ്ടല്ലോ, എല്ലാവരും കാണട്ടെ നിൻ്റെ ചിരി എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ശരണ കൈ മാറ്റിയിട്ട് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, നിൻ്റെ ചിരി എല്ലാവരും കാണട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ശരണയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്ക് ശരണയോട് അലീന പറയാണ്, നമുക്ക് പുറത്ത് പോയിട്ട് വരാം, നീ ദേഹം കഴുകിയിട്ടൊക്കെ വാ, മേല് കഴുകിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ശരണ്യ ഇങ്ങനെ വല്ലാതാവുന്നുണ്ട്. ചേച്ചി അത് ശരിയാവത്തില്ല. അതെന്താ ശരിയാവാത്തത്? അത് ശരിയാവും. എന്നും നിനക്ക് ഈ മുറിയിൽ തന്നെ അടച്ചിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിനക്ക് പുറത്തിറങ്ങണം, പഠിക്കണം, നിനക്ക് ജോലി വാങ്ങിക്കണം, അതിനൊക്കെ നമ്മൾ പുറത്തിറങ്ങിയേ പറ്റൂ. അതിനെന്താ, അത് ഇപ്പോഴേ ചെയ്താലെന്താ എന്ന് പറയുകയാണ്. അപ്പം ശരണ്യ പറയാണ്, ചേച്ചി നാട്ടുകാരൊക്കെ എന്ത് പറയാനാ? അപ്പോൾ അലീന പറയാണ്, നാട്ടുകാരെന്ത് പറയാനാ, നമ്മൾ ഒരിടത്ത് പോകുന്നതിന് നമുക്ക് നാട്ടുകാരുടെ അനുവാദം വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നീ മോളെന്തായാലും പോയി മേല് കഴുകിയിട്ടൊക്കെ വാ എന്ന് പറയാണ്. അങ്ങനെ മേലൊക്കെ കഴുകി നല്ല സുന്ദരിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ശരണ്യ വരികയാണ്. അപ്പോൾ ശരണ്യയെ കാണുമ്പോൾ തന്നെ അലീന പറയാണ്, ഇപ്പം സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അവർ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛൻ പെട്ടെന്ന് ശരണ്യയെ കാണുമ്പോൾ ഞെട്ടുന്നുണ്ട്. കാരണം കുറേ നാളിന് ശേഷമാണ് ശരണ്യ ഇത്ര നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഞെട്ടിയിട്ട് ചോദിക്കുകയാണ്, എവിടെ പോവുക എന്ന് ചോദിക്കുകയാണ്. അത് ഞങ്ങളൊന്ന് പുറത്ത് പോവുകയെന്ന് അലീന പറയുകയാണ്. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ശരണ്യയുടെ അമ്മയും ശരണ്യയെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അത് പുറത്ത് പോയാൽ ശരിയാവത്തില്ല, നാട്ടുകാരൊക്കെ എന്ത് പറയും, അവർക്കെന്തുവാ, അവരുടെ കണ്ണിൽ ഇവളിപ്പോൾ ചീത്ത പെണ്ണാണ് എന്ന് ശരണ്യയുടെ അച്ഛൻ പറയാണ്. അപ്പോൾ അലീന പറയാണ്, അങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് എന്ന് ഇങ്ങനെ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുമോ വെച്ചാൽ പറ്റത്തില്ല. ശരണ്യയ്ക്കും പുറത്തിറങ്ങി പഠിക്കണം, ജോലി വാങ്ങിക്കണം. അല്ലെങ്കിൽ ശരണ്യ എന്ത് തെറ്റ് ചെയ്ത്? ശരണ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മളെന്നും പേടിച്ച് അകത്തിരിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ശരണ്യയുടെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയാണ്, ഒരു കാര്യം ചെയ്യാറ്, ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഓമനക്കുട്ടനും കൂടെ വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ ശരണ്യയുടെ സഹോദരൻ ഓമനക്കുട്ടനും ശരണ്യയും അലീനയും കൂടെ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പം അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. എന്നായാലും ശരണ്യയുടെ അമ്മ പറയാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എന്ത് പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങളാണെങ്കിൽ അവരുടെ പുറകിൽ പോവും, അവർ കാണണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം ശരണ്യയുടെ അച്ഛനും അതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇവർ നേരെ ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കടയിരിക്കുന്ന കുറേ പേര് പറയാണ്, അല്ലാതെ ശരണ്യയല്ലയോ, റേപ്പ് കേസിൽപ്പെട്ട കൊച്ചല്ലയോ ആ വരുന്നത്, അത് പുറത്തിറങ്ങി തുടങ്ങിയോ, അതിന് സുഖമില്ല, പേടിച്ച് വരച്ചകത്തിരിക്കുകയാണെന്നൊക്കെയാണല്ലോ പറഞ്ഞതെന്ന് ഒരാൾ ചോദിക്കുകയാണ്. അപ്പം വേറൊരാൾ പറയാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു, അത് മറ്റേ കൊച്ചുണ്ടല്ലോ അലീന, അന്ന് എല്ലാവരും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് ആ കൊച്ച് വന്ന് ശരണ്യെ പറഞ്ഞ് മാനസികമായി ഉയർത്തിക്കൊണ്ട് വന്നതാണെന്ന് വേറൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാലും അതിൻ്റെ ഒരു തൊലിക്കട്ടിയെ ഈ സമയത്ത് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ ഇത്രയും ദിവസമായതല്ലേ ഉള്ളെന്നൊക്കെ ഓരോരുത്തർ കുറ്റം പറയുന്നുണ്ട്. അവർ വരുമ്പോൾ ഒരാൾ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി ഇപ്പോഴേ പുറത്തിറങ്ങിയോ, ആ കേസിലെ അതിജീവിതയല്ലേ ഈ കുട്ടി എന്തിനാ പുറത്തിറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശരണ്യ അങ്ങ് വല്ലാതാവുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, ഈ കുട്ടിയെന്ന് വെച്ചാൽ അതിജീവിതം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അതിൻ്റെ അർത്ഥം എന്താ, ഈ ഒരു ആപത്തിൽപ്പെട്ട് ജയിച്ചു വന്നവൾ അല്ലേ, അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കൂട്ടിയല്ലേ ചെയ്യേണ്ടത്, അവളെ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ മാറി നിന്ന് അവളെ കുറ്റം പറയണോ വേണ്ടുന്നത്. ജീവിതയാണെന്ന് നിങ്ങൾ സമ്മതിച്ചു,
അങ്ങനാണെങ്കിൽ അവൾക്ക് അത്രയും ധൈര്യമുണ്ട്. അതുകൊണ്ടല്ലേ അത്രയും വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ ഈ മനോധൈര്യത്തോടെ പുറത്തേക്ക് വന്നത്. അപ്പം എല്ലാവരും അവളുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് വേണ്ടുന്നത്. അല്ലാതെ അവിടെ ഇവിടെ ഇരുന്ന് അവളെ കുറ്റം പറയല്ല വേണ്ടുന്നത് എന്ന് പറയുകയാണ്. അപ്പം അവിടെ നിന്നൊരാൾ പറയുന്നുണ്ട്, അത് ശരിയാ, നമ്മളെല്ലാവരും ശരണ്യയുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്, എന്നാലേ അവൾക്കൊരു ധൈര്യം കിട്ടൂ, അവൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കിട്ടത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യയ്ക്ക് അലീനയ്ക്കൊക്കെ ഒരു സന്തോഷമാകുന്നുണ്ട്. ശരി എന്നാൽ ഞങ്ങൾ പോകുകയെന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവുകയാണ്. ശരണ്യയുടെ അച്ഛൻ ഇതൊക്കെ കേട്ട് അവരുടെ പിന്നിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ശരണ്യയുടെ അച്ഛൻ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടെ നടന്നു പോവുകയാണ്.